പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് ജപമാലയുടെ ശക്തമായ സംരക്ഷണത്തിന്റെ ദൈവിക ഇടപെടലിന്റെ സ്വർഗത്തിന്റെ ശക്തമായ സഹായത്തിന്റെ അഭിഷേകത്തില് ഞങ്ങളായിരിക്കുമ്പോൾ ഈ മാസം മുഴുവനും മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിന് ശക്തമായ മാധ്യസ്ഥവും സഹായവും പരിശുദ്ധ ജപമാലയിലൂടെ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, ഞങ്ങളുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ, പൈശാചിക പിടിയിൽ നിന്ന്, നാശത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും തിരിച്ചു പിടിക്കാൻ ഒക്ടോബർ മാസത്തില് ജപമാലയുടെ കരുത്തോടെ ഞങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും പിതാവിന്റെയും വലിയ മധ്യസ്ഥ സാന്നിധ്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഒക്ടോബർ മാസം നമ്മെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ഇടവകയെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. നമുക്കറിയാം, ഈ മാസത്തില് നമ്മുടെ ഇടവക ദേവാലയങ്ങളില് 10 ദിവസം അടുപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വാർഡുകളില്, കുടുംബ യൂണിറ്റുകളില്, വീടുകളില്, കൂട്ടായ്മകളില് ജപമാല ചൊല്ലി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അതുകൊണ്ട് തന്നെ ഈ ജപമാലയുടെ വലിയ ശക്തിയാല് ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകമാണ് ഈ ഒക്ടോബർ മാസത്തില് ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ മാസത്തിന്റെ അത്ഭുത ശക്തി സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന്റെ കൃപയാൽ നിറച്ച് തിരിച്ചു പിടിക്കാൻ അമ്മ മാതാവിന്റെ വലിയ ഇടപെടലിലൂടെ ലോകത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ജപമാലയുടെ ചരിത്രം വളരെയേറെ വലുതാണ്. വിശുദ്ധ ഡൊമിനിക് 1212 13-ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ വലിയൊരു സന്യാസിയാണ്. ഈ സന്യാസിയായ ഡൊമിനിക് വലിയ ഒരു വേദനയിൽ ഫ്രാൻസില് വളരെയേറെ പൈശാചികത നിറഞ്ഞ ദൈവത്തെ വിട്ട് പാപത്തിൽ മുഴുകി അല്പജൻസിയൻ പാഷണ്ഡതയില് എല്ലാം തകർത്തടിഞ്ഞ് ദേവാലയത്തില് ആളുകളില്ല, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, വിശുദ്ധിയില്ല, മ്ലേച്ഛതയിലും ലഹരിയിലൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന ഒരു സമയത്ത്, മാനവകുലത്തിന്റെ ഒരു സമയത്ത് ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമുക്കറിയാം, ഈ ഡൊമിനിക് സന്യാസി വളരെയേറെ വേദനയോടുകൂടി ഫ്രാൻസില് ടുളൂസിനടുത്തുള്ള വനാന്തരത്തില് ഒറ്റയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കും. ഉപവസിച്ച് ത്യാഗം ചെയ്ത് അതിനിടയിൽ സ്വന്തം ശരീരത്തില് ചമ്മട്ടി കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച് രക്തം വാർന്നൊഴുക്കിക്കൊണ്ട് ദൈവസന്നിധിയില് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആത്മാക്കളുടെ നാശത്തെ ഓർത്ത്, ലോകത്തിന്റെ തകർച്ചയോർത്ത്, പാഷണ്ഡതയോർത്ത്, അനേക മക്കള് നശിച്ച നരകത്തിലേക്ക് പോകുന്നതിനെ ഓർത്ത് വേദനിച്ച് കരയുന്ന ഈ ഡൊമിനിക് സന്യാസിയുടെ വലിയ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ മാലാഖമാരാൽ പരിസേവിതയായിട്ട് പ്രത്യക്ഷപ്പെട്ട് 1212 പ്രത്യേകം ആ വിധത്തില് പ്രത്യക്ഷപ്പെട്ട് ഈ ഡൊമിനിക്കിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലയോ ഡൊമിനിക്ക്, ഇങ്ങനെയുള്ള സമയത്ത് പിശാച് അതുപോലെ അലറിക്കൊണ്ട് മനുഷ്യ മക്കളെ നശിപ്പിക്കുന്ന പല പാഷണതകളിലൂടെ, തിന്മയിലൂടെ, മ്ലേച്ഛതയിലൂടെ നശിപ്പിക്കുന്ന ഈ സമയത്ത് സ്വർഗം അതിനെതിരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആയുധം എന്തെന്നറിയോ നിനക്ക്? ആ സമയത്ത് ഡൊമിനിക് പറയുന്നുണ്ടല്ലോ,
അമ്മ മാതാവേ ഈശോയോട് ചേർന്ന് കുരിശിന്റെ ചുവട്ടില് സഹരക്ഷകയായി മാനവരക്ഷയ്ക്ക് വേണ്ടി അമ്മയാണല്ലോ എല്ലാം ചെയ്തത്. അമ്മയ്ക്ക് അറിയാലോ, എനിക്കറിയില്ല അമ്മേ. ആ സമയത്ത് മാതാവ് പറഞ്ഞു കൊടുത്ത വലിയൊരു ആയുധം ആണ്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് റെസൈറ്റ് ദി ഏഞ്ചലിക് സാൾട്ടർ. മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ച് 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 ഉരുവിടുക. എന്താണ് മാലാഖ പറഞ്ഞ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വലിയൊരു അഭിസംബോധന സ്വർഗം വലിയ ശക്തിയോടെ ഈ മാനവകുലത്തിന്റെ രക്ഷയുടെ അടിസ്ഥാനമായിട്ട് മംഗളവാർത്തയുടെ ആദ്യത്തെ വാക്കാണ് മാതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടാൻ പറഞ്ഞു. അങ്ങനെയാണ് മക്കളെ ഈ ദൈവകൃപ നിറഞ്ഞ മറിയമേ, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ള പ്രാർത്ഥന ജപമാലയിൽ കടന്നു വന്നത്. അങ്ങനെ ഈ ഡൊമിനിക് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ ദേവാലയത്തിലേക്ക്, കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ ദേവാലയത്തിലെ മണികള് മാലാഖമാര് വന്നടിക്കുക. ആരും മണിയടിക്കാനില്ല, പള്ളിമണി അടിക്കുക. ആളുകൾ നോക്കിയപ്പോ ആരുമില്ല, പള്ളിമണികൾ നടിക്കുന്നു. ആ സമയത്ത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അത് കാട്ടുതീ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിയപ്പെടുന്നു. ഇത് കാണാൻ വേണ്ടി ആയിരങ്ങൾ പള്ളിയിലേക്ക് ഓടിക്കൂടുക. അങ്ങനെ കത്തിയുടെ ദേവാലയം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിറഞ്ഞപ്പോ ഈ ദേവാലയത്തിനുള്ളില് സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന്റെ കൈ ഉയർത്തപ്പെട്ട് 3 വട്ടം ആ വന്ന ജനങ്ങളെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ആ സമയത്ത് നമുക്കറിയാം പിന്നത്തെ കാര്യങ്ങളൊക്കെ. ജനം ആകപ്പാട് അത്ഭുതത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു, ആകപ്പാട് ഭയചകിതരാകുന്നു. ആ സമയം നമുക്ക് മണി ഒറ്റക്കടിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ കരമുയർത്തി ആശീർവദിക്കുന്നു. ദേവാലയം നിറയെ ആളുകള് നിലവിളിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആ സമയത്ത് ഡൊമിനിക് അൾത്താരിലേക്ക് കയറി നിന്നുകൊണ്ട് അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട്, ഈ കാര്യം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ള മാലാഖയുടെ പ്രകീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളെ കൊണ്ട് ഉരുവിടാൻ തുടങ്ങി. അതിലൂടെയാണ് പ്രിയപ്പെട്ട മക്കളെ ജപമാല പ്രാർത്ഥനയുടെ ആരംഭം. അങ്ങനെ അതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കുറെ കൂടി ആഴത്തിൽ കാണും, അർത്ഥം മനസ്സിലാക്കും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആൽബജൻസിയൻ പാഷണതയെ തകർത്തെറിഞ്ഞ് അനേക മക്കളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു, കൂദാശയിലേക്ക് നയിച്ചു. വലിയൊരു മാനസാന്തരം ഈ ജപമാല പ്രാർത്ഥനയിലൂടെ അവിടെ നടന്നു. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തില്, മ്ലേച്ഛതയ്ക്കെതിരെയുള്ള പോരാട്ടത്തില്, സാത്താനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തില് സ്വർഗം നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയിരിക്കുന്ന വലിയ ആയുധമാണ് മക്കളെ പരിശുദ്ധ ജപമാല. ഈ മാസം മുഴുവനും നമ്മൾ അതിനു വേണ്ടി ജപമാലയുടെ കരുത്തും ശക്തിയും ഒക്കെ മനസ്സിലാക്കി, നമുക്കറിയാമെങ്കിൽ കൂടി ഒരിക്കൽ കൂടി ധ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം. അച്ഛൻ പറഞ്ഞില്ലേ, ഒരു പൈശാചിക പോരാട്ടം, തിന്മയുടെ പോരാട്ടം, എങ്ങും അകൃത്യങ്ങള്, മ്ലേച്ഛതകള്, അശുദ്ധി, മാലിന്യങ്ങള്, വഴിപിഴച്ച മക്കള്, എല്ലാം കൊണ്ട് പ്രശ്നങ്ങളാ. സമാധാനത്തെ കുടുംബങ്ങള്, ശ്വാസമില്ല, ഉദാശയില്ല, സഭയിലെ കലഹം, പ്രാർത്ഥനയില്ലാത്ത വൈദികര്, പ്രാർത്ഥനയില്ലാത്ത അഭിഷിക്തര്, സന്യസ്തര്, എല്ലാം കൊണ്ട് ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ ഈ മാനവ കുലത്തിന്റെ ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, ഈ ജപമാലയുടെ പ്രാർത്ഥനയ്ക്കും ഈ ജപമാലയുടെ ഉരുവിടലിനും വലിയ അർത്ഥമുണ്ട്. അതിന് ആഴങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒക്ടോബർ മാസത്തില് നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. വീണ്ടും 1571 നമ്മൾ കാണുന്നുണ്ട് ലെപ്പാന്റെ യുദ്ധം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ധ്യാനിക്കണം. അലി പാഷയുടെ നേതൃത്വത്തിൽ മുഹമ്മദീയ സൈന്യം റോമിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുമ്പോ പരിശുദ്ധ മാർപ്പാപ്പ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. നമുക്ക് ഹോളി ലീഗ് എന്ന് പറയുന്ന ചെറിയൊരു സൈന്യം, വലിയ പരിചയമൊന്നുമില്ല, റോമിന് വേണ്ടി പോരാടാൻ വേണ്ടി വരുന്നത്. ആ ചരിത്രമൊക്കെ പിന്നീട് കൂടുതൽ ആഴത്തിൽ കാണാം. യുദ്ധത്തില് ഈ മുഹമ്മദീയ സൈന്യത്തെ, കരുത്തുള്ള പരിചയസമ്പന്നതയുള്ള ഈ സൈന്യത്തെ, ഹോളി ലീഗിന്റെ പരിചയമില്ലാത്ത, വലിയ കഴിവില്ലാത്ത സൈന്യത്തെ തോൽപ്പിച്ചു. എങ്ങനെ? പരിശുദ്ധ പിതാവ് പറഞ്ഞു, എല്ലാ പള്ളികളും തുറന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം.
24 മണിക്കൂറും രാവും പകലുമില്ലാതെ ദിനരാത്രങ്ങള് അനേക മക്കള് ഈ ശത്രുവിനെതിരെ റോമ പിടിച്ചടക്കാൻ വേണ്ടി വരുക, നശിപ്പിക്കാൻ വേണ്ടി വരുക. ശക്തമായ മുഹമ്മദീയ സൈന്യമാണ് വരുന്നത്. അതിനെതിരെ കർത്താവിന്റെ സഹായം, പരിശുദ്ധ അമ്മയുടെ സഹായം തേടിക്കൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ അനന്തരഫലമായിട്ട് അലിപ്പാഷയെയും മുഹമ്മദീയ സൈന്യത്തെയും ലപ്പാന്റെ യുദ്ധത്തില് തകർത്തെറിഞ്ഞു. അനുകൂലമായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പിന്നീട് കുറെ കൂടി ആഴത്തിൽ പഠിക്കും മക്കളെ. ആ യുദ്ധ വിജയത്തിന്റെ പേരിലാണ് പരിശുദ്ധ പിതാവ് അവർ ലേഡി ഓഫ് വിക്ടറി ഒക്ടോബർ മാസം 7-ാം തീയതി നമ്മുടെ വിജയമാതാവിന് തിരുനാള് ശത്രുവിൽ തോൽപ്പിക്കുന്ന 33:15 നീയും സ്ത്രീയും തമ്മിലും അവരുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ശത്രുത ഒഴിവാക്കും. പിശാചിനെതിരെ ശത്രുതയാക്കി ദൈവം ഉയർത്തി തന്നിരിക്കുന്ന ശക്തമായ ആയുധമായ പരിശുദ്ധ അമ്മ നൽകിയ ജപമാല അതിന്റെ കരുത്തോടെ പ്രാർത്ഥിച്ച് ജയിച്ചു വിജയമാതാവ്. ആ ഒക്ടോബർ 7 പ്രിയപ്പെട്ട മക്കളെ പിന്നീട് ജപമാല റാണിയുടെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ ഒക്ടോബർ മാസത്തില് ഒത്തിരി ചരിത്രങ്ങളുണ്ട് മക്കളെ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ മാസം അതിശക്തമായിട്ട് അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. നമുക്കറിയാം, ലോകത്തിന്റെ ഓരോ സമയത്തും മനുഷ്യന്റെ പ്രതിസന്ധികളിലൊക്കെ സ്വർഗം പരിശുദ്ധ അമ്മയോട് ഇടപെട്ടുകൊണ്ട് ഒത്തിരിയേറെ രക്ഷാകര ഇടപെടൽ കാണുന്നുണ്ട്. ആ സമയത്ത് ജപമാല നമുക്കറിയാം, ആ സമയത്ത് തന്നെയാണ് ഏകദേശം ഉത്തരീയം പിന്നീട് അത്ഭുത മെഡൽ ഖാദറിൽ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഫ്രാൻസിൽ തന്നെ അത്ഭുത മെഡൽ. അങ്ങനെ മാതാവ് ശക്തമായ സാന്നിധ്യം നൽകിക്കൊണ്ട് അമ്മ പറഞ്ഞ കാര്യങ്ങള്, അമ്മ നൽകിയ വസ്തുക്കള്, ജപമാല, ഉത്തരീയം, മെഡലുകള് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ ശക്തമായി പോരാടുവാനും വിജയം വരിക്കുവാനും സ്വർഗം അമ്മയിലൂടെ ആവശ്യപ്പെടുമ്പോ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഇത് അനുഭവിച്ച, ഇത് സ്വന്തമാക്കിയ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ ഒക്ടോബർ മാസത്തിന്റെ ഉന്നതമായ ചൈതന്യം ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് വരാം. പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് കൂടുതലെടുക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിലേക്ക് നമുക്ക് കൂടുതലെടുക്കാം. അമ്മയോടും യൗസേപ്പ് പിതാവിനോട് ചേർന്ന് കൃപ നിറഞ്ഞ 2 സാന്നിധ്യങ്ങളോട് ചേർത്ത് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ കൃപയുടെ സാന്നിധ്യം, ദൈവകൃപ നിറഞ്ഞവൾ, കർത്താവ് കൂടെയുള്ളവൾ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തില് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ, എന്റെ പൗരോഹിത്യത്തെ, ജോലി മേഖലകളെ, ബിസിനസ്സിനെ, പഠനത്തെ, ഭാവി ജീവിതത്തെ, വിവാഹ ജീവിതത്തെ, സന്താന സൗഭാഗ്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികള്, എതിർ പ്രാർത്ഥനകള്, എതിർ ശക്തികള്, ഒത്തിരി ആഭിചാര്യത്തിന്റെ വശീകരണത്തിന്റെ പൈശാചിക ശക്തികൾ, ഇതെല്ലാം ബഹിഷ്കരിക്കാൻ, നിർവീര്യമാക്കാൻ, സാത്താന്റെ തല തകർക്കാനും നമുക്കുള്ള വലിയ ആയുധമാണ് പരിശുദ്ധ ജപമാല. അതുകൊണ്ട് ഈ ഒക്ടോബർ മാസത്തിലേക്ക് ഇന്ന് നാം പ്രവേശിക്കുമ്പോൾ വലിയൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അമ്മയോട് ചേർന്നുള്ള യുദ്ധം, സൈന്യാധിപയായ ശത്രുത പിശാചിനെതിരെ വലിയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അമ്മയോട് ചേർന്ന്, ഒപ്പം പിശാചുക്കളുടെ പേടി സ്വപ്നമായ ടെറർ ഓഫ് ഡീമൺസ് യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമ്മൾ ഈ യുദ്ധത്തിൽ ഇറങ്ങുകയാണ്. സൈന്യാധിപയായിട്ട് പരിശുദ്ധ അമ്മയും ഒപ്പം യോസേപ്പ് പിതാവും നമുക്ക് മുന്നമേ ഉണ്ട്. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോട് ചേർന്ന് ഈ പോരാട്ടത്തിൽ നമുക്ക് ഇറങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിൽ അത്ഭുതങ്ങൾ ഏറെ സംഭവിക്കും. നമുക്കറിയാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നമ്മൾ പിന്നീട് കാണും. അതൊക്കെ സ്വന്തമാക്കിയെടുക്കാൻ ഈ മാസത്തില് നമുക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സജീവമായിട്ട് ഒക്ടോബർ മാസത്തിലെ ശുശ്രൂഷകളില് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, ജപമാലയുടെ കരുത്തുള്ള ശക്തിയുള്ള മധ്യസ്ഥതയില് ആയുധം, ഓരോ നന്മ നിറഞ്ഞ മറിയമേ, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളതിനേക്കാളും ശരി
ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അത് മാലാഖ പറഞ്ഞ റീസൈറ്റ് ദി എൻജലിക് സാൾട്ടർ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അതിനെ കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിക്കും. ഇതൊരു ആയുധമാണ്. ഈ ഒരു ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോ സാത്താനെതിരെ നമ്മൾ ശക്തമായ വെടിയുതിർക്കുകയാണെന്ന് പറയാം. അവനെ തല തകർക്കുന്ന ശക്തി, സാന്നിധ്യം, ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കണം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജോലി, എല്ലാ മേഖലകളെയും നമുക്ക് പിടിക്കണം. കൃപയില് തിരിച്ചു പിടിക്കണം. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഇടപെടല്, ദൈവത്തിന്റെ ശക്തമായ ആയുധമായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിൽ നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം. ഒപ്പം പിശാചികളുടെ പേടി സ്വപ്നമായ യോസേപ്പ് പിതാവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ സ്വർഗം മുഴുവനും സെന്റ് മൈക്കിൾ, സെന്റ് ഗാബ്രിയൽ, സെന്റ് റഫായൽ, സകല വിശുദ്ധരും മാലാഖമാര് എല്ലാവരോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ മാലാഖമാരാൽ പരിസേവിതയായിട്ടാണ് അമ്മ ഡൊമിനിക്കിന് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും അമ്മ ഇറങ്ങി വരും. ഇറങ്ങി വരണം. അമ്മയെ ഇറക്കിക്കൊണ്ട് വരണം. ദൈവകൃപ എന്ന് പറഞ്ഞാൽ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോ അമ്മ ഇറങ്ങി വരണം. അതുപോലെ വിളിച്ചു പ്രാർത്ഥിക്കും. മക്കളെ, വിജയം സുനിശ്ചിതം. നമ്മൾ ജയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ഈ മാസത്തിന് വേണ്ട എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാല സന്നിധിയില് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഒക്ടോബർ മാസം വലിയ സ്വർഗത്തിന്റെ ഇടപെടലിന്റെ മാസമായി അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ അമ്മയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സഹരക്ഷകയാക്കി അമ്മയെ ഉയർത്തിക്കൊണ്ട് നാരകീയ സർപ്പത്തിനെതിരെ ശക്തമായ ആയുധമാക്കിക്കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് നൽകുകയും ലോകത്തിന്റെ ഓരോ സമയത്ത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞയച്ചുകൊണ്ട് മാനവകുലത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന അങ്ങയുടെ രക്ഷാകര പദ്ധതിയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഡൊമിനിക്കിലൂടെ ആൽബജൻസിയൻ പാഷണതയെ തകർക്കുവാൻ, അന്ന് വഴിതെറ്റിപ്പോയ മക്കളെ വീണ്ടും അങ്ങയിലേക്ക് ആനയിക്കുവാൻ പരിശുദ്ധമ്മയെ അയച്ചുകൊണ്ട് പരിശുദ്ധ ജപമാല നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജപമാലയുടെ ശക്തി എത്രയോ വലുതാണെന്ന് കാലാഘട്ടത്തില് നൂറ്റാണ്ടുകളിലൂടെ ഓരോ സമയത്തും അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്നും ആ ജപമാല ഞങ്ങൾക്ക് കരുത്താണ്. ഈ ഒക്ടോബർ മാസത്തില് ജപമാല ചൊല്ലിക്കൊണ്ട് അങ്ങയുടെ മക്കള് കൂട്ടായ്മയില്, ഇടവകയില്, സമൂഹത്തില്, വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോ, കുടുംബത്തില് പ്രാർത്ഥിക്കുമ്പോ ശക്തമായ രക്ഷാകര പ്രവൃത്തികള് അങ്ങ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നല്ലോ. നന്ദി പറയുന്നു കർത്താവേ. ജപ്പാന്റെ യുദ്ധത്തില് ശക്തനായ ശത്രുവിനെതിരെ ജപമാലയുടെ കരുത്തില് വിജയം നൽകിക്കൊണ്ട് ജപമാലയുടെ കരുത്തും ശക്തിയും വീണ്ടും തെളിയിച്ചുകൊണ്ട് കാലാകാലങ്ങളില് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ വലിയ ആയുധത്തെ അങ്ങ് തന്നെ മഹത്വപ്പെടുത്തിയല്ലോ, ഉറപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ സാന്നിധ്യം സ്വന്തമാക്കി, യോസേപ്പ് പിതാവിന്റെ ശക്തമായ സാന്നിധ്യവും മധ്യസ്ഥവും സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ, യഥാർത്ഥമായ സമാധാനം, വിശുദ്ധി, മാനസാന്തരം, വലിയ കർത്താവിന്റെ ഇടപെടൽ അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ദിവ്യകാല സന്നിധിയില് ഈശോ ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ദിവസത്തില് മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ജയിക്കാൻ വലിയ ആയുധമാണ്. ഏത് തിന്മയെ പരാജയപ്പെടുത്താൻ, രോഗത്തെ, സാത്താന്റെ തലയെ, അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അവകാശങ്ങളെ, അവന്റെ പ്രവൃത്തികളെ തകർക്കാനും നശിപ്പിക്കാനും ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജപമാല അതിശക്തമായിട്ട് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അർത്ഥം മനസ്സിലാക്കി ചൊല്ലട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആ വലിയ ശക്തി വിളിച്ചിറക്കുവാൻ ഇടയാകട്ടെ. ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങൾ കാണണം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ പ്രകടമായി കണ്ട അനുഭവങ്ങളുടെ ചരിത്രം ഈ മാസത്തില് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളിലും ഞങ്ങൾ കാണണം കർത്താവേ. ഞങ്ങൾ കാണണം.
അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു പിടിക്കണം, നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കണം. പിശാചിന്റെ പിടിയിൽ നിന്ന്, നാശത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പരാജയത്തിൽ നിന്ന്, പൈശാചിക പിടിയിൽ നിന്ന് ജപമാലയുടെ കരുത്തിൽ വലിയ ശക്തി സ്വന്തമാക്കി നമ്മുടെ മക്കളെ, കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണം. ഈശോയെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഒത്തിരി വേദനിക്കുന്ന മക്കള്, തകർന്നു പോയ മക്കള്, കടബാധ്യതയാൽ നീറുന്ന മക്കള്, വഴുതെറ്റിപ്പോയ മക്കള്, ഡിപ്രഷനെ പെട്ടുപോയ മക്കള്, അനുസരണക്കേട് കാണിച്ച് നശിച്ചുപോയ മക്കള്, ഒത്തിരിയേറെ തകർച്ചകൾ നേരിടുന്ന മക്കള്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കള്, ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അങ്ങ് തിരിച്ചു പിടിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിന്റെ ശക്തമായ ഇടപെടല്, ജപമാലയുടെ ശക്തമായ കരുത്ത് ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും ഇടയാകട്ടെ. അതിനുവേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് ജപമാലയുടെ ശക്തി സ്വന്തമാക്കി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. ഞങ്ങളത് കാണട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ കാണട്ടെ, സാത്താൻ കാണട്ടെ, അവന്റെ ആധിപത്യങ്ങൾ, അവകാശങ്ങൾ തകർക്കപ്പെടുന്നത് ഞങ്ങൾ കാണട്ടെ. നരകം പ്രകമ്പനം കൊള്ളട്ടെ. ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, പൈശാചിക കെട്ടുകളെ അഴിച്ചു മാറ്റി കർത്താവേ ഈ മാസം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം, വൈദികരെ അനുഗ്രഹിക്കണം, കാർമൽ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണം, കാർമൽ മീഡിയയെ അനുഗ്രഹിക്കണം. ഈ മീഡിയയിൽ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും, ഇവിടെ കുടുംബങ്ങളെയും, നിയോഗങ്ങളെയും, പ്രാർത്ഥനകളെയും, ചിന്തുന്ന കണ്ണുനീര്, ഉയർത്തുന്ന പ്രാർത്ഥനകള്, നെടുവീർപ്പുകള്, നിലവിളികള്, കർത്താവേ കർത്താവേ അങ്ങിടപെടണം, അങ്ങിടപെടണം. അനേക മക്കളാണ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നത്. കണ്ണീരോടെ വോയിസ് മെസ്സേജ് വിടുന്ന ഒത്തിരി മക്കള്, ഫോൺ വിളിച്ച് സംസാരിക്കുന്ന മക്കള്, വാട്സാപ്പില് ഒത്തിരിയേറെ മെസ്സേജ് ഇടുന്ന മക്കള്, കർത്താവേ കമന്റ് ബോക്സിലൊക്കെ ഒത്തിരിയേറെ കണ്ണീരോടെ 500, 600, 700 പേര് ഓരോ ദിവസവും കമന്റ് ബോക്സിൽ പ്രാർത്ഥനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. കർത്താവേ അങ്ങ് എല്ലാം കാണുന്നുണ്ടല്ലോ. ഇടപെടണമേ കർത്താവേ, കൃപ ചൊരിയണമേ കർത്താവേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യത്തില് കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, ഒരു നിമിഷം ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, ഒരു 3 നിയോഗങ്ങൾ പ്രത്യേകം നിങ്ങൾ സമർപ്പിക്കാം. ഏറ്റവും അത്യന്താപേക്ഷിതമായ, ഏറ്റവും അത്യാവശ്യമായ ഒരു 3 നിയോഗങ്ങൾ ഇന്ന് 1-ാം ദിവസം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. ജപമാലയുടെ ഈ മാസത്തിന്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 3 നിയോഗങ്ങൾ സമർപ്പിച്ച മക്കളെ, ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ഈ മാസം നമ്മുടെ കൂട്ടായ്മയില്, നമ്മുടെ കുടുംബങ്ങളില്, ജീവിതത്തില്, നിയോഗങ്ങളില് കർത്താവ് പ്രവർത്തിക്കാൻ പോവാ. മാതാവിന്റെ ശക്തമായ സാന്നിധ്യം, ഇടപെടൽ നമ്മൾ കാണാൻ പോവാ. യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥം നമ്മൾ അനുഭവിക്കാൻ പോവാ. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. ഒക്ടോബർ മാസത്തിന്റെ ചൈതന്യത്താല്, പരിശുദ്ധമ്മ മാതാവിന്റെ മധ്യസ്ഥത്താല് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.